ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബാർലി ദോശേൻ്റെ റെസിപ്പി കാണാം. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന അരിദോശ ഉണ്ടല്ലോ, അതിന് പകരമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണ് ഈ ഒരു ബാർലി ദോശ. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബാർലിയിൽ ഹൈ ഫൈബർ കണ്ടൻ്റ് ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കിത് ഷുഗർ കൺട്രോൾ ചെയ്യാനും കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ തടി കുറയ്ക്കാൻ നോക്കുകയാണെങ്കിൽ അതിനൊക്കെ ഉപയോഗിക്കാം. അതായത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്നും വിശക്കൂല. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അളവ് കുറയുമല്ലോ, അങ്ങനെ തടി കുറയുന്നതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഹാർട്ട് ഹെൽത്തിനും അതുപോലെ തന്നെ ഡൈജഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഫൈബർ കൂടാതെ പ്രോട്ടീനും മിനറൽസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അരിദോശയ്ക്ക് പകരമായിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ദോശയാണ് ഈ ഒരു ബാർലി ദോശ. അരിദോശേൻ്റെ ഏകദേശം ആ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതിനും. ഈ ഒരു ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ബാർലി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് ഉഴുന്ന് ചേർക്കുകയാണ് കേട്ടോ. നമ്മൾ ബാർലി എടുത്തതിൻ്റെ പകുതി ഉഴുന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നല്ലോണം കഴുകിയെടുക്കുക. 2-3 പ്രാവശ്യം വെള്ളം നല്ലോണം തെളിഞ്ഞു വരുന്ന വരെ അങ്ങ് കഴുകിയെടുക്കാം. എന്നിട്ടിത് കുതിരാനുള്ള വെള്ളം ഒഴിച്ചിടുക. ഒരു 6-7 മണിക്കൂറോ കുതിർന്നാൽ മതി. ഇതിപ്പോൾ 6 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ബാർലിയൊക്കെ നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട്. ബാർലി ദോശ എന്നൊക്കെ കേട്ടിട്ട് ടേസ്റ്റ് നല്ലതല്ലെന്ന് വിചാരിക്കേണ്ട. നമ്മൾ ഉണ്ടാക്കുന്ന അരിദോശേൻ്റെ ഏകദേശം അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു ദോശയ്ക്കും. കുട്ടികൾക്ക് പോലും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഇനി ഇത് എല്ലാം കൂടെ നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. വലിയ ജാറിലേക്ക് ഇട്ടിട്ട് ഒരു പ്രാവശ്യം തന്നെ അങ്ങ് അരച്ചെടുക്കാം. ഇതിലേക്ക് ചോറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഉഴുന്നും ഉലുവയും പിന്നെ ഈ ബാർലിയും മതി. ഈ 3 സാധനങ്ങൾ മാത്രം മതി. ഇനി ഇതിലേക്ക് നമുക്ക് അരയാനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് അരഞ്ഞതിന് ശേഷം ബാക്കി വെള്ളം കൂടെ ചേർത്തിട്ട് പാകത്തിന് ലൂസാക്കി എടുക്കാം. സാധാരണ പച്ചവെള്ളം തന്നെയാണ്. പെട്ടെന്ന് തന്നെ അരഞ്ഞു വരെ ഒരു 2-3 മിനിറ്റ് അരച്ചാൽ മതി. ഇപ്പം ബാർലിയും ഉഴുന്നും എല്ലാം നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള വെള്ളം കൂടി ഇതിലേക്ക് തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിലിപ്പോൾ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പൊങ്ങാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം. കുറച്ച് വലിയ പാത്രം എടുത്തോട്ടോ. നമ്മൾ സാധാരണ ദോശയ്ക്കൊക്കെ അരച്ചു വെക്കുന്ന പോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഈ ജാറിലേക്കൊരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിക്കാം. അപ്പോൾ മൊത്തത്തിൽ നമ്മളൊരു 2.25 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ 1 കപ്പ് ബാർലിക്ക്. ഇതാ ഈ ഒരു ലൂസിലാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്കുള്ള ഉപ്പും കൂടി ഇപ്പോൾ തന്നെ അങ്ങ് ഇട്ട് വെക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്, പൊടിയുപ്പ്. ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ദോശയ്ക്കുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ടൊരു 8-10 മണിക്കൂർ പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം. വൈകുന്നേരമൊക്കെ അരച്ച് വെക്കുകയാണെങ്കിൽ രാവിലെ ആകുമ്പോഴേക്കും നന്നായിട്ട് പൊങ്ങി വന്നോളും. തണുത്ത കാലാവസ്ഥയാണെങ്കിൽ കുറച്ച് വെള്ളം ഒരു പാത്രത്തിൽ ചൂടാക്കിയിട്ട് ആ പാത്രത്തിൻ്റെ മുകളിലേക്ക് മാവ് എടുത്ത് വെച്ചാൽ മതിയേ. അതല്ലെങ്കിൽ ചൂടുള്ള എന്തെങ്കിലും തുണി വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്ത് വെച്ചാലും മതി. അതും അല്ലെങ്കിൽ അടുപ്പിൻ്റെ അടുത്ത് ചൂടുള്ള സ്ഥലത്തേക്ക് വെച്ചാൽ മതി. ഇപ്പോൾ ഇതൊരു 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല. ഇനി ദോശ ഉണ്ടാക്കിയെടുക്കാം. ഒരു ദോശക്കല്ല് അടുപ്പിലേക്ക് വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട്. മീഡിയം ചൂടുള്ളപ്പോൾ നമുക്ക് ഒരു തവി മാവ് കോരി ഒഴിച്ചിട്ട് വട്ടത്തിലങ്ങ് പരത്തിയെടുക്കാം. ചൂട് കൂടുതലാണെങ്കിൽ കുറച്ച് വെള്ളം തിളച്ചിട്ട് പച്ചവെള്ളം തിളച്ചിട്ട് ചൂടൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. മീഡിയം ചൂടുള്ളപ്പോഴേ മാവ് കോരി ഒഴിക്കാവുള്ളേ. ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യും കൂടി ഒന്ന് തടവി കൊടുക്കാം. നെയ്യില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ നെയ്യ് ചേർക്കുകയാണെങ്കിൽ ഹെൽത്തി ഫാറ്റ് ആയതുകൊണ്ട് കുറച്ചും കൂടെ നല്ലതാണ്. ഈ ഒരു ദോശയിലുള്ള വൈറ്റമിൻസൊക്കെ നമുക്ക് ബോഡിയിലേക്ക് കിട്ടുകയും ചെയ്തോളും. ഇനി അഥവാ നെയ്യോ എണ്ണയോ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അല്ലാതെ തന്നെ നമുക്ക് നല്ല ദോശ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ കാസ്റ്റ് അയണിൻ്റെ പാത്രമാണ്, അതുകൊണ്ട് ഈ ഒരു കനത്തിലാണ് പരത്തിയിട്ടുള്ളത്. അതേസമയം നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാനൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ ഇതിലും കനം കുറച്ചിട്ടുള്ള ദോശ ഉണ്ടാക്കാം കേട്ടോ. ഈ ഒരു ദോശ കനം കുറച്ച് ഇടുമ്പോഴാണ് കൂടുതൽ നല്ലത്. സാധാരണ നമ്മൾ കുറച്ച് കട്ടിക്ക് പരത്തിയിട്ട് അടപ്പ് വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് ദോശ ഉണ്ടാക്കിയെടുക്കുമല്ലോ, അതിനേക്കാളൊക്കെ നല്ലത് ഇതുപോലെ കനം കുറച്ചിട്ട് ഉണ്ടാക്കുന്ന ദോശയാണ്. അങ്ങനെ ആദ്യത്തെ ദോശയുടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ബാക്കിയുള്ള എല്ലാ ദോശയും ഉണ്ടാക്കിയെടുക്കുക. നമുക്ക് ഇത്രയൊരു മാവിൽ നിന്നൊരു 12-13 ഇതുപോലെ കനം കുറഞ്ഞ ദോശ ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു ദോശ നമുക്ക് ഏത് കറീൻ്റെ കൂടെ അതല്ലെങ്കിൽ ചട്നീൻ്റെ കൂടെയൊക്കെ കഴിക്കാം കേട്ടോ. സാധാരണ നമ്മൾ ദോശ കഴിക്കുന്നത് പോലെ തന്നെ. പിന്നെ പഞ്ചസാര നെയ്യൊക്കെ ഇട്ടിട്ട് അങ്ങനെയും കഴിക്കാം. അപ്പോൾ ഈ ഒരു ദോശ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ എഴുതുക. നമ്മൾ ഒരു പ്രാവശ്യം ഈ ഒരു ദോശ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ സാധാരണ അരിദോശയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ദോശ ഉണ്ടാക്കും. അതേപോലെ നല്ല ടേസ്റ്റുള്ളൊരു ദോശ തന്നെയാണ്.
പിന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും കൂടെ ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യുമോ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കണ്ടോ, അതും അതിലെ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയതായിട്ട് ഇടുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടിക്കോളൂ. അപ്പോൾ ഇതുപോലെയുള്ള ഹെൽത്തി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ബൈ.